അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് ചർച്ച തുടരാം. യുവജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥ തന്നെയല്ലേ അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സമ്പൂർണമായി ഒരു നിരാശാജനകമായ ബഡ്ജറ്റാണ്, പ്രത്യേകിച്ച് യുവജനങ്ങളെ സംബന്ധിച്ചും. അബ്കി ബാർ ബീഹാർ ആൻഡ് ആന്ധ്ര എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിന്റെ നയം തന്നെ. ഇത്തവണ ബീഹാറും ആന്ധ്രയ്ക്കും കൊടുത്തേക്കാം. ഒരു ബീഹാന്ധ്ര ബഡ്ജറ്റായി ബഡ്ജറ്റ് ചുരുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചുരുക്കപ്പെട്ടപ്പോൾ തന്നെ പൂർണ്ണാർത്ഥത്തിൽ യുവജനങ്ങൾ അടക്കമുള്ളവരുടെ കാര്യങ്ങളെ ഒന്ന് തൊട്ട് തലോടി പോകാൻ പോലും ബഡ്ജറ്റിൽ സാധിച്ചിട്ടില്ല. നോക്കൂ, ഇതൊരു ഇന്ററിം ബഡ്ജറ്റ് അല്ല. ഇന്ററിം ബഡ്ജറ്റ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നിർമ്മലാ സീതാരാമനെ ന്യായീകരിക്കാമായിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട് എന്ന് പറയാമായിരുന്നു. എന്നാൽ റിസർവ് ബാങ്കിന്റെ ഡിവിഡൻഡ് അടക്കം 2.5 ലക്ഷം കോടി രൂപ അധികമായി സർക്കാർ പ്രതീക്ഷിക്കാത്ത സമയത്ത് സർക്കാരിന്റെ ഖജനാവിലേക്ക് വന്നിരിക്കുന്ന ഒരു സമയമാണ്. ജനകീയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ, പ്രത്യേകിച്ച് യുവജനകാര്യക്ഷേമത്തിൽ അടക്കം ജനകീയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ റിലാക്സബിലിറ്റി ഉള്ള സമയമായിരുന്നു. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ യാതൊരുവിധ പ്രഖ്യാപനങ്ങളും ഇതിലില്ല. നോക്കൂ, 4.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് നിർമ്മലാ സീതാരാമൻ പറയുന്നത്. 4.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറയുന്ന ഇതേ നിർമ്മലാ സീതാരാമൻ മോദി ഗവൺമെന്റിന്റെ 1ഉം 2ഉം NDA ഗവൺമെന്റിന്റെ, ഇപ്പോഴാണല്ലോ NDA ഗവൺമെന്റ് ആയത്, മോദി ഗവൺമെന്റിന്റെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ചു വന്നത് പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ എന്നുള്ളതാണ്. അങ്ങനെ പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ ഡെലിവർ ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ 2024 ആകുമ്പോൾ അത് 20 കോടി തൊഴിലവസരങ്ങൾ ആവേണ്ടിയിരുന്നു. ആ 20 കോടി തൊഴിലവസരങ്ങളിൽ എത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാർ സാധിച്ചിട്ടുണ്ട്? റെയിൽവേയുമായി ബന്ധപ്പെട്ട് UPSCയുമായി ബന്ധപ്പെട്ട് നിരവധി തൊഴിൽ അവസരങ്ങൾ, തൊഴിലിടങ്ങൾ, തൊഴിൽ സ്പേസുകൾ ഒഴിവാക്കിയിട്ടിട്ടുണ്ട്, ഒഴിച്ചിട്ടിട്ടുണ്ട്, ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് നിരന്തരമായി പ്രതിപക്ഷം അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് ഫില്ലപ്പ് ചെയ്യാത്തത്? ഇപ്പൊ അങ്ങ് ചോദിച്ച ഒരു കാര്യം, നൈപുണ്യ വികസനത്തിന് സർക്കാർ ബഡ്ജറ്റിൽ പണം മാറ്റി വെച്ചില്ലേ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ഡെലിവർ ചെയ്യപ്പെട്ടു എന്ന് നിർമ്മലാ സീതാരാമനോ അല്ലെങ്കിൽ ഇതിലെ BJP പ്രതിനിധിക്കോ പറയാൻ സാധിക്കുമോ? അതായത് തൊഴിൽ അന്വേഷിക്കുന്ന കുട്ടികൾ, സാധാരണക്കാർ, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ, അവർ പ്രതീക്ഷിക്കുന്ന 5000 രൂപയുടെ സ്റ്റൈപ്പൻഡ് കിട്ടുന്ന ഇന്റേൺഷിപ്പ് അല്ലല്ലോ. അവർ ആഗ്രഹിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിന് അനുസൃതമായി, വിദ്യാഭ്യാസത്തിന് ചേരുന്ന രീതിയിൽ, അതിന് റെസ്പെക്ട് ലഭിക്കുന്ന രീതിയിലുള്ള തൊഴിലാണ്. ആ തൊഴിൽ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിക്കാതെ വരുമ്പോൾ ഞങ്ങൾ സ്റ്റൈപ്പൻഡ് കൊടുക്കാം, ഞങ്ങൾ ഇത്രയേറെ കമ്പനികളിൽ ഇന്റേൺഷിപ്പ് കൊടുക്കാം എന്നൊക്കെ പറയുന്നത് മുട്ടാപ്പോക്ക് ന്യായമാണ്. അത് തടിതപ്പലാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഒരു സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അത്തരം ചില സ്റ്റൈഫൻഡുകൾ കിട്ടുമ്പോൾ, അത്തരം ചില പ്രത്യേകിച്ചും 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ ലോൺ കിട്ടുമ്പോൾ അതൊരു ആശ്വാസപരമായ ഒരു സമീപനമാണെന്ന് കൂടി നമുക്ക് കാണേണ്ടി വരില്ലേ? മറ്റേ തൊഴിലിൻ്റെ മേഖല അടുത്ത ഘട്ടമാണല്ലോ. പഠിക്കുന്ന ഘട്ടത്തിൽ അവന് വിദ്യാഭ്യാസ വായ്പ അല്ലെങ്കിൽ അവന് ഈ പറഞ്ഞ സ്റ്റൈപ്പൻഡ് കിട്ടുക എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, കർഷകൻ്റെ മകൻ, കൂലിപ്പണി എടുക്കുന്ന വീട്ടിലെ ഒരു വിദ്യാർത്ഥി, അവനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചില നടപടികൾ ഒരു ആശ്വാസം തന്നെയല്ലേ അഡ്വക്കേറ്റ് വസന്ത്? അല്ല, അങ്ങയുടെ ചോദ്യം ശരിയാണ്. പക്ഷെ നോക്കൂ, ഇത് ഡെലിവറി ചെയ്യപ്പെടുന്നില്ലല്ലോ. കഴിഞ്ഞ ബഡ്ജറ്റുകളിലും ഇതുപോലെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, 2 കോടി തൊഴിലവസരം വീതം 20 കോടി തൊഴിലവസരങ്ങൾ ശരിക്കും ഡെലിവറി ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ അതിന്റെ പാതി 10 കോടി, അല്ലെങ്കിൽ അതിന് 4-1 5 കോടി അത്തരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ രാജ്യത്തെ യുവജനങ്ങൾ ഇത്രയേറെ വലിയ തൊഴിലില്ലായ്മ നിരക്കിലേക്ക് കടന്നു പോകുമായിരുന്നില്ലല്ലോ. അപ്പൊ അത് ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രഖ്യാപനങ്ങളുണ്ട്, അതിൽ യാതൊരു സംശയമുണ്ട്. ഇപ്പൊ ബീഹാന്ധ്രയുമായി ബന്ധപ്പെട്ട് ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിലൊന്നും ആർക്കും എതിരഭിപ്രായമില്ല. പക്ഷേ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരു റബ്ബർ ഹബ്ബ് പേർക്ക് തൊഴിൽ കിട്ടുമായിരുന്നു. എയിംസ് അടക്കം എത്രയെത്ര പദ്ധതികളാണ് ഒഴിവാക്കപ്പെട്ടു പോയത്, പരിഗണിക്കപ്പെടാതെ പോയത്. അതായത് ഈ ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇതേ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഇന്ററിം ബഡ്ജറ്റിൽ നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. അന്ന് നമ്മൾ നിർമ്മലാ സീതാരാമന് കൊടുത്തിരുന്ന ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത് അതൊരു ഇന്ററിം ബഡ്ജറ്റാണ്, തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അവർക്ക് ആ സമയത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ, ഒരു ഫിനാൻഷ്യൽ റിലാക്സബിലിറ്റി അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ 2.5 ലക്ഷം കോടി രൂപ അധികമായി അവരിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഒരു ഫിനാൻഷ്യൽ റിലാക്സബിലിറ്റി ഉണ്ട്, ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റാണ്. ഇതാ 3ാമതും അവർ അധികാരത്തിൽ വന്നിരിക്കുന്നു. ഒരു പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റി അവർക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെ കിട്ടുമ്പോൾ സ്വാഭാവികമായും പ്രഖ്യാപിക്കേണ്ടിയിരുന്ന ജനകീയ പദ്ധതികൾ, ഉപകാരപ്രദമായ പദ്ധതികൾ ഇതിൽ ഉണ്ടായിട്ടില്ല എന്നതിൽ സംശയം വേണ്ട.
പ്രഖ്യാപനങ്ങളിൽ മാത്രമാണ് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നത്. അത് ശരിക്കും ഡെലിവർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് അഡ്രസ് ചെയ്യാൻ നിർമ്മലാ സീതാരാമന് സാധിച്ചിട്ടുണ്ട്.